ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അനവസരത്തിൽ പ്രതികരണം നടത്തിയ റോഷി അഗസ്റ്റിന്റെ നിലപാടിനെ ചൊല്ലി കേരള കോൺഗ്രസ് എമ്മിൽ കല്ലുകടി. റോഷി സൂപ്പർ ചെയർമാൻ കളിക്കുന്നുവെന്നാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത്. ജോസ് കെ മാണി മത്സരിക്കുന്ന കാര്യം ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞതും ശരിയായില്ല എന്നാണ് വിമർശനം ഉയരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടതാണ്. പാർട്ടിക്കുള്ളിൽ റോഷിക്കെതിരെ വികാരം ഉണ്ടാകുന്നോ എന്നാണോ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? സേതുലക്ഷ്മി, വെരി ഗുഡ് മോർണിംഗ്. ഏതാണെങ്കിലും രണ്ട് മനോഭാവം പാർട്ടിക്കുള്ളിൽ ശക്തമായിരിക്കുന്നു. കേരള കോൺഗ്രസ് മുമ്പിൽ ആ മനോഭാവത്തിന്റെ തുടർച്ച ഉണ്ടാകുന്നു. നമുക്കറിയാം, പ്രത്യേകിച്ച് UDF-ലേക്ക് കേരള കോൺഗ്രസ് എം തിരിച്ചു പോകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുകയും അതേ തുടർന്നുണ്ടായ ആ ചർച്ചകൾ അവസാനിപ്പിക്കാൻ കാരണമായത് റോഷി അഗസ്റ്റിനാണെന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ ഇരുവരും തമ്മിൽ വലിയ മാനസിക അകർച്ചയിലാണ് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയായിരുന്നു ഈ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, പാലായിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അപ്രതീക്ഷിതമായി റോഷി അഗസ്റ്റിൻ നടത്തുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ തന്നെ പാർട്ടി കാര്യത്തിൽ ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുന്ന കാര്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ അതൊരു കൃത്യമായ സമയത്ത് പറയണമെന്നുള്ളതാണ് കരുതിയിരുന്നത്. പാർട്ടിയുടെ നിലപാട് അങ്ങനെയാണ്. ചെയർമാനാണ് സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി മാധ്യമങ്ങളുടെ ഒരു ചോദ്യത്തിൽ ഒരു വൈകാരികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചെയർമാന്റെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ചെയർമാനെ അടുത്തിരുത്തിക്കൊണ്ട് നടത്തുന്ന സ്ഥിതി ഉണ്ടായി. അത് പാർട്ടിയുടെ ശീലങ്ങൾക്ക് എതിരാണെന്നുള്ളതാണ് ഇപ്പോൾ ഒരു വിഭാഗം പറയുന്നത്. അത്തരമുള്ള സമീപനങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാലങ്ങളായി കേരള കോൺഗ്രസിലുള്ള പതിവ് രീതികളെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് ഇത്തരത്തിൽ റോഷിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത് കൂടാതെ വീണ്ടും ഇത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആവർത്തിച്ചത് കൊണ്ടാണ് ജോസ് കെ മാണിക്ക് ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പറയേണ്ടി വന്നത്. താൻ മത്സരിക്കുമെന്നല്ല, മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ളത്. അത് പാർട്ടി പ്രവർത്തകർക്ക് അങ്ങനെ വികാരമുണ്ടെന്ന് ജോസ് കെ മാണിക്ക് പറയേണ്ടി വന്നത് ആ സാഹചര്യത്തിലാണെന്ന് കൂടി ഈ തരത്തിൽ ഒരു വിഭാഗം പറയുന്നു. ഏതാണെങ്കിലും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾ നിലനിൽക്കുന്നു. ഈ സൂപ്പർ ചെയർമാനായി റോഷി അഗസ്റ്റിൻ ആക്ട് ചെയ്യുന്നു എന്നുള്ള അഭിപ്രായമാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഏതാണെങ്കിലും അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ ടാക്കിൾ ചെയ്യും എന്ന്, കേരള കോൺഗ്രസ് എങ്ങനെ ടാക്കിൾ ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. പണ്ടൊരു ചൊല്ലുണ്ട്, വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടിയാണെന്ന്. പുതിയ കാലമാണ്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനും ധാരണയുണ്ട് പഴയ പോലെ വളരാനും പിളരാനും ഒക്കെയുള്ള സാധ്യതകൾ എത്രത്തോളമാണെന്ന്. അതുകൊണ്ട് തന്നെ എന്ത് സമീപനം, എങ്ങനെ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യും, ടാക്കിൾ ചെയ്യും എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കണ്ടറിയേണ്ടത്. ഓക്കെ അജിത്ത്.